INS വിക്രാന്തിന്റെ വിവരങ്ങൾ തേടിയ കേസിൽ അറസ്റ്റിലായ മുജീബ് റഹ്മാന്റെ ചികിത്സാ രേഖകളിലും ഫോൺ കോൾ വിവരങ്ങളും കഴിഞ്ഞകാല ജീവിത പശ്ചാത്തലങ്ങളും വിശദമായി അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുകയാണ്. മുജീബ് റഹ്മാന്റെ വിവരങ്ങളും വ്യാജ പേരിൽ ഫോൺ ചെയ്യാനുണ്ടായ സാഹചര്യവും കേന്ദ്ര ഏജൻസികളും പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണം നടത്തുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഇത്തരത്തിലൊരു ഫോൺ കോൾ നടത്തിയത് എന്തിനാണ്? അദ്ദേഹത്തെയും മാനസിക രോഗിയാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ, കേന്ദ്ര ഏജൻസികൾ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? സുധീഷ് ഗോപാൽ. ജിഷ്ണു, കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 9:15 ഇത്തരത്തിൽ കൊച്ചിയിലെ നേവി ആസ്ഥാനത്തേക്ക് ഒരു കോള് വരുന്നത്. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. രാഘവൻ എന്ന വ്യക്തിയാണ് വിളിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. NIS വിക്രാന്തിൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ എവിടെയാണെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിളിച്ചത്. 79 തുടങ്ങുന്ന ഒരു മൊബൈൽ നമ്പറിൽ നിന്നാണ് ഇവിടുത്തെ ലാൻഡ് ഫോണിലേക്ക്, നേവി ആസ്ഥാനത്തെ ലാൻഡ് ഫോണിലേക്ക് ഫോൺ വിളിക്കുന്നത്. അവിടെ ആ ഒരു നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അവർ തിരിച്ച് നിങ്ങളുടെ നമ്പർ വ്യക്തമാക്കാൻ പറയുമ്പോൾ മറ്റൊരു നമ്പറാണ്, വ്യാജ നമ്പറാണ് അവിടേക്ക് പറഞ്ഞു കൊടുക്കുന്നതും. തുടർന്ന് ഇവർ സംശയം തോന്നി പരിശോധിക്കുമ്പോൾ തന്നെ ഇത് ഒരു വ്യാജ കോളാണ് എന്ന് വ്യക്തമാവുകയായിരുന്നു. തുടർന്നാണ് പോലീസിന്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് തന്നെ നേവി ഉദ്യോഗസ്ഥർ പരാതി നൽകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഈ മുജീബ് റഹ്മാനെ പിടികൂടുന്നത്. കോഴിക്കോട് സ്വദേശിയാണ്. ഇയാളെ പിടികൂടി ചോദ്യം ചെയ്യുമ്പോൾ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് നൽകുന്നത്. ഇത്തരത്തിൽ എന്താണ് ഈ ഫോൺ കോൾ കൊണ്ട് ലക്ഷ്യം വെച്ചത് എന്ന് പറയുമ്പോൾ ആദ്യം അത് സമ്മതിക്കുന്നില്ല. താനല്ല വിളിച്ചതെന്ന് പറയുന്നു. പിന്നീട് പറയുന്നു കറാച്ചിയിലും മറ്റും അക്രമമുണ്ടായി എന്ന് കേട്ടപ്പോഴുള്ള ഒരു ഇതിൽ വിക്രാന്ത് അവിടെയാണോ എന്നറിയാനാണ്. ഇങ്ങനെ പല വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ പറയുന്നു എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണറും മറ്റും വ്യക്തമാക്കുന്നത്. എന്തു തന്നെയായാലും 2021 മുതൽ ഇയാൾ മാനസിക രോഗത്തിന് ചികിത്സയിലാണെന്നും പോലീസ് പറയുന്നുണ്ട്. എന്നാൽ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകൾ അതിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ ചികിത്സ തേടിയ ആശുപത്രിയിലും മറ്റും കൃത്യമായ പരിശോധനകൾ നടത്തും. ആ പരിശോധന അന്ന് ഇയാൾ ചികിത്സയിൽ കഴിഞ്ഞിരുന്നതിൻ്റെ പരിശോധനാ രേഖകളടക്കം വീണ്ടും പോലീസ് പരിശോധിക്കുമെന്നതാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ ഡോക്ടർമാർ, മാനസിക രോഗ ചികിത്സാ വിദഗ്ധർ, അവരുടെ ഒരു പാനലും ഈ മുജീബ് റഹ്മാനെ പരിശോധിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്. അത് ഒരു പക്ഷേ കോടതിയുടെ കൂടി ഒരു അനുമതിയോടെ ആയിരിക്കും അത്തരം ഒരു പരിശോധന നടത്തുക. എന്തു തന്നെയായാലും ഇയാളെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇതേ പശ്ചാത്തലത്തിൽ തന്നെ ഇയാൾ ഈ നേവി ആസ്ഥാനത്തേക്ക് വിളിച്ച ഫോൺ നമ്പർ അത് സാധാരണ ഗൂഗിൾ തിരിയുമ്പോൾ കാണുന്ന നമ്പറല്ല എന്നതാണ് ഒരു കാര്യം. പിന്നീട് ഇത്രയേറെ കള്ളങ്ങൾ പറഞ്ഞ് എന്തിനു വേണ്ടിയാണ് വിളിച്ചത്, അതിലേതെങ്കിലും തരത്തിൽ രാജ്യദ്രോഹപരമായ ലക്ഷ്യങ്ങളുണ്ടോ, ഇയാളുടെ ജീവിത പശ്ചാത്തലം എന്താണ്, ഏതെങ്കിലും തരത്തിൽ അത്തരം സംഘടനകളുമായോ എന്തെങ്കിലുമുള്ള ബന്ധം ഇയാൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടോ എന്നത് സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതെല്ലാം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടാണ് കേന്ദ്ര ഏജൻസികൾ തേടിയിട്ടുള്ളതും ജിഷ്ണു.